ആന്റി, ആന്റി, നിത്യ, നിത്യ വാതിൽ ഉറക്ക്. ആന്റി, ആന്റി വാതിൽ ഉറക്ക്. നിത്യ, നിത്യ, ആരെങ്കിലും വാതിൽ തുറക്ക്. തുറക്കാനല്ലേ പറഞ്ഞത്? ആന്റി, എന്താ ഹരി? ആന്റി, എനിക്ക് നിത്യയോടൊന്ന് സംസാരിക്കണം. അല്ല മോനെ, ആന്റി തടസ്സം പറയണ്ട. നിത്യ ഒന്ന് വിളിച്ചേ. അത് ജീവൻ ജീവൻ ഏത് സമയത്തും കയറി വരും. ഹരിയും നിത്യയും സംസാരിക്കുന്നത് കണ്ടാ കൊല്ലോ? അതോ കോടതി കൊണ്ടുപോയി നിർത്തോ? അത് രണ്ടും എനിക്ക് പേടിയുള്ള കാര്യമല്ല. ആന്റി, നിത്യ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിനൊക്കെ തയ്യാറായിട്ട് തന്നെയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. ആന്റി അല്ലേ എന്നിൽ നിന്ന് വാക്ക് വാങ്ങിച്ചത്, ഏത് പ്രതിസന്ധിയിലും നിത്യയുടെ കൂടെ നിൽക്കണം, അവളെ സംരക്ഷിക്കണം എന്നൊക്കെ. എന്നിട്ട് എപ്പോഴാ ആന്റി നമ്മളെ മറികടന്നത്? എപ്പോഴാ ആന്റി അയാള് ജീവനെ അനുസരിക്കാൻ തീരുമാനിച്ചത്? ആന്റി അനുവാദം കൊടുത്തോ? അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എനിക്കറിയേണ്ടത് എന്ത് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാ ജീവൻ അയാൾ എന്നിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാ. എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഭാര്യ മറ്റൊരാളെ പേടിക്കുന്നു എന്ന് പറഞ്ഞാല് അത് മറികടക്കാനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ഈ ഭർത്താവ് എന്നുള്ള വേഷം? ഹരി, മോനെ മോനെ മോനിപ്പോ പോ. ഞാൻ നിത്യയോട് സംസാരിക്കാം. അല്ലെങ്കിൽ അവളോട് അങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, എനിക്കിപ്പൊ സംസാരിച്ചേ പറ്റൂ. ഹരിക്ക് എന്താ സംസാരിക്കാനുള്ളത്? നിത്യ, താൻ ആരെയായി പേടിക്കുന്നേ? എന്തിനെയാ പേടിക്കുന്നേ? ജെആറിനെയാണ് പേടിക്കുന്നെങ്കിൽ നമ്മളെയൊക്കെ ഇല്ലാതെയാക്കാൻ വന്ന ജെആർ സ്വയം ഒടുങ്ങാൻ ഇനി അധികം സമയമില്ല. അനന്തൻ കൊളുത്തി എറിഞ്ഞിരിക്കുന്ന തീപ്പൊരി അവനെ കത്തിച്ച് ഭസ്മാക്കാനുള്ളതാ. ഇവിടെ ഇപ്പൊ ചെയ്യാനുള്ളത് താനിപ്പോ എന്റെ കൂടെ നിൽക്കാന്നുള്ളതാ. ജെആറിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാന്നുള്ളതാ. ഇടം നമുക്ക് ഒരുമിച്ച് ജയിക്കാം, അല്ലാതെ പതുങ്ങിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആരെയും പേടിക്കുന്നില്ല. ഹരിയുടെ സംസാരത്തിൽ അവൻ വല്ലാതെ തളർന്നിരിക്കുന്നത് പോലെ തോന്നി. സത്യം പറഞ്ഞ കഷ്ടമാണ് അവന്റെ കാര്യം. ജീവിതത്തിൽ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ആ വീണയുടെ കാര്യം തന്നെ നോക്കിയ പോരെ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവളെ... അവനതൊക്കെ സഹിച്ചു. ആരെങ്കിലും ഒരാളെ മാറ്റി നിർത്തിയതായിട്ട് എനിക്കറിയില്ല. പോട്ടെ അമ്മേ, എല്ലാം കഴിയുമ്പോ ഞാൻ ഹരിയോട് മാപ്പ് പറഞ്ഞോളാം. ഹരി എന്നെ മനസ്സിലാക്കിക്കോളും. ഹലോ ഹലോ, എന്റെ നമ്പർ ഫോണിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? പലതും നീക്കിക്കളഞ്ഞ കൂട്ടത്തില് അതും നീക്കിക്കളഞ്ഞോന്ന് അറിയില്ലല്ലോ. തിരക്കിലാണോ? എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. തിരക്കൊന്നുമില്ല, താൻ പറ. പറയാൻ പോകുന്നത് നിങ്ങൾക്ക് തീരെ വിശ്വാസമില്ലാത്ത കാര്യമാണെന്ന് അറിയാം. പക്ഷെ എന്തോ എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കുറച്ചു മുൻപ് എന്റെ താലിമാല പൊട്ടി വീണു. ഹലോ ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു.
ഞാൻ വന്നിട്ട് ശരിയാക്കി തരാം. അതിന് സഹായം ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. വിവാഹിതരായ സ്ത്രീകൾ ചില ലക്ഷണങ്ങളിലൂടെയൊക്കെയാ ചിലത് തിരിച്ചറിയുക. താലിയേറ്റ് വീണാൽ ഭർത്താവിന് എന്തോ ആപത്ത് പറ്റാൻ പോവുകയാണെന്നാണ് വിശ്വാസം. അത് ഞാൻ അറിയിച്ചല്ലേ പറ്റൂ. സൂക്ഷിക്കണം. അതൊക്കെ വെറും വിശ്വാസങ്ങൾ മാത്രമാണ്, അല്ലാതെ ഞാൻ ജീവിക്കുന്നത് എന്റെ വിശ്വാസങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് എനിക്കത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഹ, എനിക്കൊന്നും പറ്റില്ല സുജാതെ. പോകുന്ന വഴിയെക്കുറിച്ച് താൻ പേടിക്കണ്ട. അതിന്റെ കാരണം എന്താന്ന് ഒരിക്കൽ അതിന് കാര്യം എന്താണെന്നൊന്നും എനിക്കറിയണ്ട. ഒരിക്കലും അറിയണ്ട. ഞാൻ ഫോൺ വെക്കാണ്. സുജാതെ, ഓൾ എന്നെ നിർബന്ധിച്ചു അച്ഛനെ വിളിച്ചു പറയാൻ. അവൾക്ക് മനുഷ്യത്വം ഇല്ലാതായിട്ടില്ലല്ലോ.